ആദിത്യൻ, ഒരു മാസം നീണ്ടുനിന്ന താൽക്കാലിക വെടിനിർത്തലിന് ശേഷമാണ് ഇപ്പോൾ അമേരിക്കയും ഇറാനും വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇത് ശരിക്കും ഹോർമുസ് കടലിടുക്കിൽ US നാവികസേനയുടെ കപ്പലുകൾ ഉൾപ്പെട്ട സംഘർഷത്തെ തുടർന്ന് വലിയൊരു പിരിമുറുക്കം വീണ്ടും ശക്തമാകുന്നു എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായിട്ടും അക്ഷയ, ഇപ്പോൾ ഒരു മാസത്തോളം നീണ്ടുനിന്ന ഈ ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്നുള്ളതിന് ഒരു അന്ത്യം കുറിക്കുന്ന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. നമുക്കറിയാവുന്നതാണ്, ഈ ഒരു കരാർ ലംഘിച്ചുകൊണ്ട്, അമേരിക്കയുടെ നിരീക്ഷണം ലംഘിച്ചുകൊണ്ട് ഇറാൻ കപ്പൽ ഹോർമുസ് കടലിടുക്ക് കടന്നുവന്നും അതിന് നേർക്ക് ആക്രമണം നടത്തിയെന്നുള്ള സൂചനകൾ ആദ്യം പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഹോർമുസിലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇറാന്റെ എണ്ണ തുറമുഖത്തിന് നേരെ അതിശക്തമായ വ്യോമാക്രമണം അമേരിക്ക നടത്തിയിരിക്കുന്നത്. അതിഭീകരമായ രീതിയിലുള്ള മിസൈൽ ആക്രമണം തന്നെയാണ് നടക്കുന്നത്. മറുഭാഗത്ത് UAE നേരെയും മിസൈൽ ആക്രമണം നടക്കുന്നുവെന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഈ ആക്രമണം പ്രതിരോധിക്കാനായിട്ടുള്ള തത്രപ്പാടിൽ തന്നെയാണ് നിലവിൽ UAE. എന്തായിരുന്നാലും ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് നമുക്ക് ഒട്ടും തന്നെ ശുഭസൂചനയാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി ഈ ആക്രമണം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമേരിക്ക നിലവിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഒരു തരത്തിലും സഹകരിക്കില്ല എന്നുള്ള കർശനമായ നിലപാട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നു. അതിഭീകരമായ ആക്രമണം ഇനി അഴിച്ചുവിടുമെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നും വെല്ലുവിളി ഉയരുകയാണ്. എന്നാൽ വെടിനിർത്തൽ കരാർ തങ്ങൾ ലംഘിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് അമേരിക്ക. അമേരിക്കൻ നാവികസേനയുടെ ഡിസ്ട്രോയർ കപ്പലുകൾക്ക് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിനുള്ള തിരിച്ചടിയാണ് തങ്ങൾ നടത്തിയെന്നാണ് പെന്റഗൺ പറയുന്നത്. അർദ്ധരാത്രിയോടുകൂടിയായിരുന്നു ബന്ദർ അബ്ബാസ് തുറമുഖത്തിന് സമീപത്ത് ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഇറാനിയൻ സൈന്യവും അതുപോലെ തന്നെ ശത്രുസേനയും തമ്മിൽ അതിശക്തമായ വെടിവെപ്പുണ്ടായെന്നാണ് ഇറാനിയൻ വാർത്താ മാധ്യമങ്ങൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിഷം ദ്വീപിലെ ബഹുമാൻ പിയറിന് നേരെയാണ് ആക്രമണം ആദ്യമുണ്ടായത്. അമേരിക്കൻ വ്യോമാക്രമണത്തിൽ സിവിലിയൻ മേഖലയിലേക്കൊക്കെ തന്നെ കനത്ത തോതിൽ നാശം വിതച്ചു എന്നുകൂടി മനസ്സിലാക്കാനായി കഴിയുന്നുണ്ട്. അയൽരാജ്യങ്ങളുടെ സഹായത്തോടെ അമേരിക്ക അധിനിവേശം നടത്തി. അതുകൊണ്ട് തന്നെ തിരിച്ച് അയൽരാജ്യങ്ങൾക്ക് നേർക്കും ഈ ആക്രമണം നടത്തി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് UAE അടക്കം കനത്ത മിസൈൽ ആക്രമണത്തിന് കാരണമായിരിക്കുന്നത്. ഇറാൻ സൈനിക നേതൃത്വം ശക്തമായി തന്നെ ഈ വിഷയത്തെ അപലപിക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഏറെ കൗതുകകരമായി തോന്നേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇതിനുള്ള മറുപടി കൂടിയായിരുന്നു. ഈ ആക്രമണത്തെ ഒരു സ്നേഹപ്രകടനമെന്നാണ് ട്രംപ് വിശേഷിപ്പിക്കുന്നത്. പ്രമുഖ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിൽ ആക്രമണം നടത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അത് വെറും ഒരു സ്നേഹപ്രകടനം മാത്രമായിരുന്നു, അതിൽ കാര്യമായ ഒന്നും തന്നെ ഇല്ല, സുഹൃത്തുക്കളാകുമ്പോൾ അങ്ങനെ ചെയ്യും എന്നുള്ള രീതിയിലാണ് ട്രംപിന്റെ നിലവിലെ പ്രതികരണം. ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാർ അവസാനിച്ചുവെന്ന് ആർക്കും തന്നെ പറയാൻ കഴിയില്ല. അത്തരത്തിലൊരു അർത്ഥത്തിലേക്ക് കടക്കേണ്ടതില്ല. സമാധാന ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. അതിനൊന്നും വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലല്ല ഈ ആക്രമണം പോയിരിക്കുന്നതെന്നാണ് ട്രംപിന്റെ നിലപാട്. ഹോർമുസിലൂടെ പോകുന്ന 3 അമേരിക്കൻ ഡിസ്ട്രോയർ കപ്പലുകൾക്ക് നേരെയായിരുന്നു ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തിയത്. ഇതിനെ അമേരിക്കൻ പ്രതിരോധ സംവിധാനം വിജയകരമായി തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. പക്ഷേ തിരിച്ചടി എന്ന രീതിയിൽ ഇറാന് നേർക്ക് പ്രയോഗിച്ച ആക്രമണങ്ങൾ തന്നെയാണ് കൂടുതൽ കനത്തതായത്. തങ്ങളുടെ കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചില്ല എന്ന് ട്രംപ് തന്നെയാണ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ നാവികസേന എന്തായിരുന്നാലും പൂർണ്ണമായി തകർക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണുള്ളത്. അവരുടെ ചെറു ബോട്ടുകൾ, അതായത് ഇതുവരെ ഈ യുദ്ധത്തിൽ നമുക്കറിയാവുന്നതാണ്, കടൽ മാർഗത്തിലൂടെയുള്ള യുദ്ധത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ചെറു ബോട്ടുകളും അതുപോലെ വ്യോമ മേഖലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രോണുകളുമാണ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറു ബോട്ടുകൾക്കൊക്കെ തന്നെ സാരമായ കേടുപാടുകൾ സംഭവിച്ചു. നിരവധി ബോട്ടുകൾ കടലിൽ മുക്കി എന്നുകൂടിയാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കുന്നത്. ഇനി ഉടൻ തന്നെ ഒരു സമാധാന കരാറിലേക്ക് കടക്കണം. അതില്ല എങ്കിൽ അതിശക്തമായ പ്രത്യാഘാതം ഇനി നിങ്ങൾ നേരിടേണ്ടി വരുമെന്ന സൂചന കൂടിയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എന്തായിരുന്നാലും അവസാനവട്ട ചർച്ചകൾ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഏറെ ആശങ്കയോടുകൂടി തന്നെയാണ് ഈ ഒരു സാഹചര്യത്തെ നിലവിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അക്ഷയ, ശരി, ആദിത്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.